നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ വേറൊരു വിഷയമാണ് നിങ്ങളോട് പറയുന്നത്. സിനിമാഭവത്തെപ്പറ്റി നേരത്തെ പറഞ്ഞുവല്ലോ. ഞാൻ ഒരു ഹ്രസ്വചിത്രം സംവിധാനം ചെയ്യുകയാണ്. ഇതെൻ്റെ 6ാമത്തെ ഹ്രസ്വചിത്രമാണ്. കുഞ്ഞു ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു ഹ്രസ്വചിത്രം. കറുത്ത മാനസം എന്നാണ് ഇതിൻ്റെ പേര്. എബോണി മൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കറുത്ത നിറമുള്ളവരുടെ മാനസിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു സൃഷ്ടി. 4 വർഷമായി ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് 2006 ഞാൻ ശാന്തി മന്ത്രം മുഴങ്ങുന്ന മരുത്വാമല എന്നൊന്ന് ചെയ്തു. മരുത്വാമല ദ മൗണ്ടൻ ദ റേസ് ഓഫ് ദ ഹൈമൻ ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും 43 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരെണ്ണം ചെയ്തിരുന്നു. അതിനുശേഷം 2016 ദുബായിൽ വെച്ചിട്ട് 1.5 വർഷക്കാലത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ആകർഷിത എന്നൊരു ഹ്രസ്വചിത്രം, 36 മിനിറ്റുള്ള ഒരു ഹ്രസ്വചിത്രം ഹിന്ദിയിൽ തിരക്കഥയും ഗാനങ്ങളൊക്കെ എഴുതി ഞാനത് സംവിധാനം ചെയ്തു. അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. 2018 മറന്നു നീയൻ എന്നൊരു മലയാളം ഹ്രസ്വചിത്രം ഇംഗ്ലീഷ് സബ് ടൈറ്റിലോടുകൂടി ഞാൻ സംവിധാനം ചെയ്തു. അതും അലയിലും ദുബായിലും അബുദാബിയിലും ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഷൂട്ട് നടത്തിയത്. അതിലൂടെ സംഗീത് ശ്രീശൻ എന്നൊരു പുതുമുഖ നടനെ കൊണ്ടുവന്നു. അദ്ദേഹം ഇപ്പോൾ അലയിൽ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ ആകർഷിത എന്ന ഹ്രസ്വചിത്രത്തിലൂടെ വിജയൻ പത്മനാഭൻ എന്നുള്ള ഒരു കലാകാരനെ ഞാൻ നായകനെ അവതരിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ മൗറീഷ്യസിൽ വർക്ക് ചെയ്യുകയാണ്. മരുത്വാമലയെക്കുറിച്ചിട്ടുള്ള അത് ചെയ്തത് ഗോപൻ കുഞ്ചരവിള എന്നുള്ള എൻ്റെ സുഹൃത്താണ്. അത് പ്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം അതിൽ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. 4 വർഷത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷമാണ് ഈ ഒരു ഷോർട്ട് ഫിലിം, കറുത്ത മാനസം എന്നുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തൊരു സുഹൃത്തും ഖത്തറിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നതുമായ സന്തോഷ് നമ്പലാട്ട് എന്നുള്ള ഒരാളാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഒരു കുഞ്ഞു ചിത്രമല്ലേ, ഹ്രസ്വചിത്രമാണ്. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട്